നിങ്ങളുടെ ലൈഫിൽ 70% പ്രോബ്ലംസും നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ബിക്കോസ് ഓഫ് ഓൺലി വൺ തിങ്, ഹോൾഡിംഗ് ഓൺ ടു യുവർ പാസ്റ്റ്. ഞാനൊരു സന്യാസിയുടെ കഥ പറയാം. ഒരു സ്ഥലത്ത് 100 സന്യാസികൾ പീസ്ഫുൾ ആയി ജീവിക്കുന്നു. ആ സ്ഥലത്തിലേക്ക് ഒരു 19കാരൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെയുള്ള ഒരു സന്യാസിയോട് ഈ 19കാരൻ ചോദിക്കുന്നു, എനിക്ക് സമാധാനമേ ഇല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പീസ്ഫുൾ ആയി ജീവിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പുറത്തോട്ട് പോവാണ്, നീ എന്റെ കൂടെ വായെന്ന് സന്യാസി പറയുന്നു. പോകുന്ന വഴിയിൽ ഒരു കല്ല് കണ്ട സന്യാസി അതെടുത്ത് കയ്യിൽ വെച്ചോ, നമുക്ക് പോവാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരു 5 കിലോമീറ്റർ നടന്നു പോകുന്നു. ആ ഒരു സന്യാസി വളരെ റിലാക്സ് ആയി നടന്നു വരുന്നു. പക്ഷെ ആ പയ്യൻ ആ കല്ലുകൊണ്ട് കഷ്ടപ്പെട്ട് നടന്നു വരുന്നു. ആ ഒരു കല്ലിന്റെ ഭാരം കൂടി വരുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നു. ആ ഒരു പെയിൻ അവന്റെ ബോഡി ഫുള്ള് സ്പ്രെഡ് ആവുന്നു. അവസാനം അവർ എത്തിച്ചേരണമെന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് അവർ എത്തിപ്പെടുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, എന്തിനാണ് എന്നോട് ഈ കല്ലെടുത്ത് നടന്നു വരാൻ പറഞ്ഞതെന്ന്. അതിന് സന്യാസി മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, ഞാൻ കല്ലെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അത് അവസാനം വരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. നീ ഈ കല്ല് പിടിച്ച് നടന്നുകൊണ്ട് വരുന്ന വഴിയിൽ മനോഹരമായ പൂക്കളും അതിലേറെ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെയും ഭംഗി നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ്, നിന്റെ ചുറ്റുമുള്ളതെല്ലാം മനോഹരമാണ്. പക്ഷെ ആ മനോഹരത്തെ കാണാൻ പറ്റാത്തത് നീ ഇന്നും ആ പഴയ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ്. ദിസ് ഈസ് യുവർ പാസ്റ്റ്, ദിസ് ഈസ് യുവർ ലൈഫ്. നിങ്ങളുടെ പാസ്റ്റ് പ്രോബ്ലംസും മെമ്മറീസുകളിൽ നിന്ന് പുറത്തു വരാത്ത പക്ഷം യു വിൽ നെവർ ഫീൽ പീസ്. ബട്ട് ഇഫ് യു ലെറ്റ് ഗോ, യുവർ ലൈഫ് ബിക്കംസ് ബ്യൂട്ടിഫുൾ. പ്ലീസ് ലെറ്റ് ഇറ്റ് ഗോ. ഹാവ് എ നൈസ് ഡേ.